എക്സാം കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. കാരണം മോഡലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് കയറി വന്ന്. എന്നാലും അത്യാവശ്യം നന്നായിട്ട് എഴുതാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ A+ഇട്ട് കയറുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും ഇനി എയിൽ വന്ന് സ്റ്റക്ക് ആവുമെന്നൊരു ഭയമുണ്ട്. കാരണം മോഡലിനെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്കിത് കുറച്ച് പാടായിരുന്നു. എല്ലാവരോടും ചോദിച്ചപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവർക്കും ഇതേ അഭിപ്രായമൊക്കെ തന്നെയാണ്. മോഡലിനെക്കാളും കുറച്ചുകൂടി ടഫായിരുന്നു. ഇനിയിപ്പോൾ വരുന്ന പരീക്ഷ ഇങ്ങനെ ആകുമെന്നൊരു പേടിയുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റി. ചേട്ടാ എക്സാമൊക്കെ അടിപൊളിയായിരുന്നു. ഇന്നലെ ചേട്ടാ PDF ഒക്കെ ഇട്ടല്ലേ വർക്കിൻ്റെ, അതിന് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വന്നായിരുന്നു, അതൊക്കെ എഴുതി. കുഴപ്പമുണ്ടാവില്ല, അടിപൊളി എക്സാം ആയിരുന്നു. പൊതുവിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു. അത് മാത്രമല്ല, ഞാൻ സംസ്കൃതമാണ് എടുത്തിരിക്കുന്നത്. സംസ്കൃതം എനിക്ക് പൊതുവെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള എക്സാമായിരുന്നു. പിന്നെ സാറ് വെബ്സൈറ്റിലും സാറ് തന്ന PDF എന്നൊക്കെ ഉള്ള കുറേ മെറ്റീരിയൽസും കുറേ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. മറ്റേ 1 മാർക്കും പിന്നെ ടിപ്പണി അതേപോലത്തെ ചോദിച്ചിട്ടുണ്ട്. മറ്റേ വനസ്പതി, വിരുദ്ധ വൃക്ഷങ്ങളെ കുറിച്ചുള്ള ഭേദങ്ങൾ, അത് ആ ക്വസ്റ്റ്യൻ കൃത്യം അതേപോലെ തന്നെ സാർ അയച്ചെന്ന് അതേപോലത്തെ ക്വസ്റ്റ്യൻ സെയിം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മലയാളത്തിൻ്റെ മറ്റേ എക്സാമിൻ്റെ എന്താണെന്നറിയില്ല, പക്ഷേ സംസ്കൃതം എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു, അടിപൊളിയായിരുന്നു. ലാസ്റ്റത്തെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ഒരു കവിത തന്നെ വന്നിട്ട് അതിൻ്റെ ഒരു ആശയം എഴുതാൻ, അതുമാത്രം ഒരു പാടായിട്ട് തോന്നി. അത് പക്ഷേ എഴുതിയില്ല. കഥാപാത്ര നിരൂപണവും അതൊക്കെ എഴുതിയത്. എക്സാമൊക്കെ അടിപൊളിയായിരുന്നു, എളുപ്പമൊക്കെ തന്നെയായിരുന്നു. 4 മാർക്കിന് എഴുതി, എല്ലാം എഴുതാനൊക്കെ പറ്റി. കൃത്യസമയത്തൊക്കെ എഴുതാൻ പറ്റി. വിചാരിച്ചതിനേക്കാളും എന്തായാലും എളുപ്പമായിരുന്നു. വിചാരിച്ചത് ഭയങ്കര പാടായിരിക്കും എന്ന് വിചാരിച്ചൊക്കെയാണ് പോയത്, പക്ഷേ എളുപ്പമായിരുന്നു പരീക്ഷ.